കൂടുതൽ വാർത്താറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നുവന്ന എം.എൽ.എയും മന്ത്രിയും മുഖ്യമന്ത്രിയുമൊക്കെയായ നിരവധി മുന്നണി നേതാക്കൾ ഇന്ന് കേരളത്തിലുണ്ട്. എന്നാൽ അന്നത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ സ്വഭാവമാണോ ഇന്നത്തേതെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് SFIയുടേത്. സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടിയ SFIയുടെ കാലം കഴിഞ്ഞോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്ന അവസ്ഥയാണിപ്പോൾ. എന്തു ചെയ്താലും SFIയെ സംരക്ഷിക്കുന്ന ഉന്നത നേതാക്കൾ ഇപ്പോൾ കൈയൊഴിയുകയാണ്. രണ്ടാം പിണറായി സർക്കാരിനു പതിവായി തലവേദന സൃഷ്ടിക്കുന്ന SFI െതിരെ CPM-ലും LDF-ലും നീരസം ശക്തമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുന്നണിയെ സഹായിക്കുന്നതിന് പകരം എതിർപക്ഷത്തിനു മുടങ്ങാതെ രാഷ്ട്രീയായുധം കൊടുക്കുന്നവരായി SFI മാറിയെന്നാണ് വിമർശനം. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷണത്തിന് വിടാൻ മുഖ്യമന്ത്രി നിർബന്ധിതനായതിനു തൊട്ടുപിന്നാലെയാണ് AKG സെന്ററിന് തൊട്ടടുത്ത് നടന്ന കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവം SFI സംഘാടക സമിതി താറുമാറാക്കിയത്. വിധികർത്താവിന്റെ ആത്മഹത്യയിൽ പ്രതിപക്ഷം വിരൽ ചൂണ്ടുന്നതും SFIക്കു നേരെ തന്നെ. പോലീസ് കാവലില്ലാതെ മത്സരം നടത്താൻ കഴിയാത്ത സാഹചര്യം ആദ്യ ദിനം മുതൽ ഉരുത്തിരിഞ്ഞു. KSUക്കാരെ വളഞ്ഞിട്ട് തല്ലിയതിന് 16 SFIക്കാർക്കെതിരെ കേസെടുത്തിട്ടും സംയമനത്തിന് ആരും തയ്യാറായില്ല. ആത്മഹത്യ ചെയ്ത ഷാജി പൂത്തട്ട വിധികർത്താവായ മാർഗംകളി ഫലത്തിനെതിരെ സംഘാടകർ തന്നെ പരാതി നൽകിയത് SFI നേതൃത്വത്തിന്റെ അറിവോടെയായിരുന്നു. സംഘാടക പ്രോഗ്രാം സമിതികൾക്കു നേതൃത്വം നൽകിയത് SFI ജില്ലാ ഭാരവാഹികൾ തന്നെ. ജീവനെടുക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഷാജി നേരിട്ടെന്ന ആരോപണം തറയ്ക്കുന്നത് SFIക്കു നേരെയാണ്. സിദ്ധാർത്ഥന്റെ കേസുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ലെങ്കിലും അവിടെയും ആക്ഷേപം സമാനമായിരുന്നു. SFI യൂണിറ്റ് സെക്രട്ടറിയും കോളേജ് യൂണിയൻ പ്രസിഡന്റും പ്രതിപട്ടികയിലുണ്ട്. കൊയിലാണ്ടിയിൽ വിദ്യാർത്ഥിയെ ആൾക്കൂട്ട വിചാരണ ചെയ്ത സംഭവത്തിൽ സസ്പെൻഷനിലായതും SFI യൂണിറ്റ് സെക്രട്ടറിയും കോളേജ് യൂണിയൻ ചെയർമാനുമാണ്. ജനുവരിയിൽ മഹാരാജാസ് കോളേജിൽ നടന്ന സംഭവങ്ങളിൽ അറസ്റ്റിലായവരിൽ സംഘടനയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടും. മുന്നണിക്കും സർക്കാരിനും SFI ചീത്തപ്പേരുണ്ടാക്കുന്നതിലെ പ്രതിഷേധം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പരസ്യമാക്കി. പൂക്കോട്ടെ സംഭവ വികാസങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ പാർട്ടി നേതൃത്വത്തോട് അതൃപ്തി പങ്കുവച്ചതാണ്. പാർട്ടി നിയന്ത്രണം ഫലപ്രദമാക്കുന്നില്ലെന്നടക്കം പറച്ചിലാണ് CPM-നകത്ത്.